സുഹൃത്തുക്കളെ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് സ്കോപ്പസിൻ്റെ ഡ്യുവൽ ബാൻഡ് മോഡമാണ്. അതിനകത്ത് എങ്ങനെ കയറി നമുക്ക് റൂട്ട് ചെയ്യണമെന്നും അതിൻ്റെ വൈഫൈ പാസ്വേഡ് കസ്റ്റമറിന് എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾക്ക് ആദ്യം നമ്മളിപ്പം ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ ലൈൻ കേബിൾ വെച്ചാണ് ഇത് കൊടുത്തേക്കുന്നത്. മോഡത്തിൽ നിന്ന് ഒരു ലൈൻ കേബിൾ എടുത്ത് ലാപ്ടോപ്പിൽ കൊടുത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് വൈഫൈ വഴിയും ചെയ്യാം. വൈഫൈ ചെയ്യണതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. വൈഫൈ വഴി നമുക്ക് ചെയ്യണം എങ്ങനെയെന്ന്. ഇപ്പം നമ്മൾ ഇതിൻ്റെ IP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 192.168.20.1 ആണ് ഇതിൻ്റെ IP അഡ്രസ്സ്. നമ്മൾ അതിനകത്ത് കയറുന്നു. ഇതിൻ്റെ യൂസർ നെയിം വന്നിട്ട് അഡ്മിൻ ആണ്. പാസ്വേഡ് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിന് നമുക്ക് അടിക്കാം FCD2F8-2D60. ഇതിപ്പം ഓരോ മോഡത്തിനും പ്രത്യേകമാണ് ഇവരെ പാസ്വേഡ്. എല്ലാത്തിനും കൂടെ ഒന്നല്ല. അപ്പം അതനുസരിച്ച് അതിനകത്തുള്ള പാസ്വേഡ് ആ മോഡത്തിൻ്റെ ബാക്ക് തിരിച്ചിട്ട് അതിൻ്റെ പാസ്വേഡ് അടിച്ചാൽ മതി. ഞാൻ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ലോഗിനായി. ഇതിനകത്ത് നമുക്ക് നെറ്റ്വർക്കിനകത്താണ്. ഇത് ഇങ്ങനെയാണ് ഒരു പേജാണ്. ഈ മോഡൽ നമ്പർ എല്ലാം കണ്ടല്ലോ. ഇതിനകത്ത് നെറ്റ്വർക്കിനകത്താണ് നമ്മൾ ആദ്യം കയറുന്നത്. നെറ്റ്വർക്കിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ നെറ്റ്വർക്കിനകത്ത് കയറി ആഡ് ന്യൂ കണക്ഷനാണ്. എന്നിട്ട് നമുക്ക് ഇത് റൂട്ട് തന്നെയാണ്, ഓട്ടോമാറ്റിക്കലി റൂട്ട് വരും. ഇവിടെ നമുക്ക് ഇൻ്റർനെറ്റ് മാത്രമാണെങ്കിൽ ഇൻ്റർനെറ്റ് മാത്രം കൊടുത്താൽ മതി. വോയിസ് ആൻഡ് ഇൻ്റർനെറ്റ് ആണ്. അതനുസരിച്ച് നിങ്ങൾ ISP അനുസരിച്ച് എന്താണെന്ന് ചെയ്യാനുള്ളത് വെച്ചാൽ അത് ചെയ്യുക. ഇത് ഇൻ്റർനെറ്റ് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് ലൈൻ പോർട്ട് 1ഉം 2ഉം ബൈൻഡ് ചെയ്താൽ നല്ലതാണ്. ഇത് 5G മോഡ് അവിടെയാണ് SSID 1 SSID 2 കിടക്കുന്നത്. ഇത് നമുക്ക് വേറെയും പല കാര്യങ്ങളും ഉണ്ട് ഇതിന് ഇങ്ങനെ ഓരോ ടിക്കിനും. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് സാധാരണ നമുക്ക് ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു മോഡം റൂട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് നമ്മളെ ലിങ്ക് മോഡ് നമ്മൾ PPPoE തന്നെയാണ് കിടക്കുന്നത്. IP4 ആൻഡ് IP6 ISP അനുസരിച്ച് അതനുസരിച്ചിടണം, അല്ലെങ്കിൽ IP4 മാത്രം ഇടണം. ടാഗ് ഉള്ളവർ ടാഗ്, അല്ലെങ്കിൽ അൺടാഗ്. ടാഗ് ഇല്ലാത്തവരാണെങ്കിൽ അൺടാഗ്. ഇത് നമുക്ക് ടാഗ് ഉണ്ടെങ്കിൽ ടാഗ്. ഇപ്പം ഞാൻ അടിക്കാൻ പോണത് എൻ്റെ ഒരു ടാഗാണ്. എന്നിട്ട് നമ്മൾക്ക് MTO മാറ്റണമെങ്കിൽ മാറ്റാം. കേരള വിഷനൊക്കെ 1480 ഇടാൻ പറയുന്നത്. കേരള വിഷൻ്റെത് 1480 യൂസർ നെയിം ഞാൻ ഇപ്പോൾ അടിക്കാം. ഇത് ഞാൻ ടെസ്റ്റിംഗ് യൂസർ നെയിമാണ് അടിക്കുന്നത്. ഇത് നിങ്ങളെ യൂസർ നെയിം അവിടെ അടിക്കുക. ഞാൻ അത് അപ്പാവണത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് അടിച്ചത്. BB ടെസ്റ്റ് എന്നും പറഞ്ഞ് നമ്മളെ ഒരു യൂസർ നെയിമാണ്. പാസ്വേഡും ഇത് പാസ്വേഡ് അടിച്ചു. നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇതൊന്നും വേണ്ട. ഇതെല്ലാം ഇത്രയും മാത്രമേ ഇതിനകത്തുള്ളൂ. മനസ്സിലായല്ലോ. നമുക്ക് ആർക്ക് വേണോ ഇത് ഈസി ആയിട്ട് നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം നമുക്ക് ഇത് ഇവിടെ നേരത്തെ ഇങ്ങനെയല്ലല്ലോ. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റ് 800 ഇത് നമ്മളെ VLAN ID ആണ്. ബാക്കി ഇൻ്റർനെറ്റ് ഇതെല്ലാം സേവ് ആയിട്ടുണ്ട്. നമ്മളെ യൂസർ നെയിം പാസ്വേഡ് ഇത് ഇത്രയേ ഉള്ളൂ. വേറെ ഇവിടെ ഒന്നും ചെയ്യാനില്ല. നമുക്കിത് സ്റ്റാറ്റസിൽ പോയി അപ്പായെന്ന് നോക്കാം. അപ്പായിട്ടുണ്ട്. ഈ മേക്കൊക്കെ വന്നത്, ഈ IP ഒക്കെ വിട്ട് വന്നത് ഇത് അപ്പായതുകൊണ്ടാണ് ഇതൊക്കെ വന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യണ്ട. എന്നിട്ട്
അടുത്ത നമ്മളെ നെറ്റ്വർക്കിനകത്ത് രണ്ടാമത് വന്നിട്ട് ഈ വാനിനകത്ത് പോവുക. വാനിനകത്ത് പോയിട്ട് ഡ്യുവൽ ബാൻഡ് ആവുകൊണ്ട് നമുക്ക് ഈ 2.4 അങ്ങനെയല്ല അവർ എഴുതിക്കുന്നത്. ചില കമ്പനികൾ 2.4 5G എന്ന് പ്രത്യേകം ഈ വാനിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം 2.4 ചെയ്യാൻ ആദ്യം 2.4 ക്ലിക്ക് ചെയ്യുക. അതായത് SSID നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഇവിടെ SSID എന്നുള്ളതിന് ഇവിടെ കമ്പനി ഇട്ടേക്കുന്ന സ്കോപ്പസ് എന്നായിരിക്കും ഇട്ടേക്കുന്നത്, അതിനെ മാറ്റിയിട്ട് കൊടുക്കുക. പിന്നെ ഈ ചാനൽ വിത്ത് നമുക്ക് 20 ഡ്യുവൽ സിംഗിൾ ബാൻഡിന് നമുക്ക് 20. ഈ മിക്സഡ് ഇടുന്നത് വേണ്ട. മിക്സഡ് ഇടുന്നത് കംപ്ലൈൻറ്റ് വരും. കാര്യം നമുക്ക് ഈ സ്വിച്ചിങ് നടക്കാൻ സമയത്ത് വേറെ ഒരു ഫ്രീക്വൻസി വല്ലതും വരികയാണെങ്കിൽ അത് കംപ്ലൈൻറ്റ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് 20 ഇടുന്ന നല്ലതാണ്, അല്ലെങ്കിൽ 40 ഇടുക. ഞാൻ 20 ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈഫൈ കീ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടത്തിന്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെ വന്നിട്ട് 5Gയിലാണ്. 5Gക്കകത്ത് നമുക്ക് ഈ SSID നമുക്ക് എന്ത് വേണം ഇടാം. ഇവിടെ ഈ SSID നിങ്ങൾക്ക് കേരള വിഷൻ 5G അങ്ങനെ എന്ത് വേണം ഇടാം. ഇവിടെ ഇത് ചാനൽ വിത്ത് 40, മറ്റേത് നമ്മൾ 20 ഇട്ട് ഇത് 40. നമ്മൾ 200 MB ഒക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ 20, 40 ഒക്കെ 80 ഇടേണ്ട കാര്യമുള്ളൂ. നമുക്ക് 100 MB ഒക്കെ 150, 200-നകത്തൊക്കെ നമ്മൾ 40 ഇട്ടാലും കുഴപ്പമില്ല എന്നുമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെയും വൈഫൈ കീ ചെയ്യുക, അപ്ലൈ ചെയ്യുക. പുതിയ ഒരാൾക്ക്, അതായത് നമുക്ക് ഈ ഒരു കസ്റ്റമറാണ് ഇത് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കിനകത്ത് പോയി ഒന്നും ചെയ്യണ്ട. നെറ്റ്വർക്കിനകത്ത് അവിടെ എല്ലാം കിടന്നോട്ടെ. ഈ വാനിനകത്ത് പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് എന്താണ് ചെയ്യും അതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്ററെ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റൂട്ടിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വൈഫൈ വഴി നമുക്ക് കയറി ചെയ്യാൻ പറ്റും. വൈഫൈയും ഈ മോഡത്തിൻ്റെ ബാക്കിൽ തന്നെ വൈഫൈ കീ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ SSID, അതായത് ഇപ്പം നമ്മൾ മൊബൈലിനകത്ത് നമ്മൾ ഈ മോഡോ എടുത്ത് വെച്ചിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഈ SSID എന്ന് പറഞ്ഞ് നമ്മളെ മൊബൈലിൽ വരും. ഇപ്പം മൊബൈലിൽ വരുമ്പം ഇപ്പം 5G എന്നും 2.4 5Gയുടെ SSIDയുടെ സ്കോപ്പസ് എന്ന് പറയും. പിന്നെ അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളെ മൊബൈലിലാണ് ചെയ്യണമെങ്കിൽ രണ്ടും നമ്മളെ മൊബൈലിൽ വൈഫൈ സെർച്ച് ചെയ്യുമ്പം കാണിക്കും. എന്നിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഈ മോഡത്തിൻ്റെ ബാക്കിൽ തന്നെ വൈഫൈയുടെ തന്നെ കീ ഉണ്ട്. ആ കീയും കൂടെ അടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സ്കോപ്പസിൻ്റെ ഡ്യുവൽ ബാൻഡാണ് നമ്മളിപ്പം ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.